സമയം കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. ഞങ്ങൾ നൽകുന്നവന് ഏതുമില്ലെന്ന് ഞങ്ങൾ അറിയുന്നത്. തന്നെ താഴ്ത്തുന്നവനെ ഉയർത്തുന്ന ദൈവമേ, അങ്ങനെ ഞങ്ങൾക്ക് താഴ്മയുടെ മാതൃക കാണിച്ചതുപോലെ സകലത്തിൽ പിതാവിനനുസരിച്ചതുപോലെ അനുസരണം പഠിച്ചതിനായി ഒരു മനുഷ്യനായി വിളങ്ങിയതുപോലെ എല്ലാ നാമത്തിൽ മേലായ നാമം ധരിച്ചവരെ അങ്ങയുടെ പാപം പിന്തള്ളുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. താഴ്മയും സൗമ്യരായി ഞങ്ങൾ ജീവിപ്പാൻ, നിഷ്കളങ്കരായി ജീവിപ്പാൻ, ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ നല്ല മനസ്സാക്ഷിയുള്ളവരെ ജീവിപ്പാൻ കൃപ ചെയ്യണമേ. ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങൾ ക്ഷമിക്കണമേ. ആരെയും അറിയാതെ ചെയ്ത സകല തെറ്റുകളും കുറ്റങ്ങളും പറഞ്ഞിരിക്കുന്ന എല്ലാ പാപത്തെയും ഞങ്ങൾ പോക്കി അങ്ങയുടെ പുത്രൻ്റെ രക്തത്താൽ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് കഴുകി ശുദ്ധീകരിച്ച് ശുദ്ധീകരണം കൂടാതെ ആരും അങ്ങേ കാണുന്നുണ്ട്. ഹൃദയശുദ്ധിയോട് ഭാഗ്യന്മാരോ ദൈവത്തെ കാണുന്ന വചനം ഞങ്ങൾ ഏറ്റെടുക്കുന്ന പകർക്കാർ ഹൃദയശുദ്ധിയോടെ ശരീരവിശുദ്ധിയോടെ ഇന്ന് പകർക്കാർ ഞങ്ങളായിരിക്കട്ടെ. കർത്താവ് ഞങ്ങളുടെ ദേഹം ദേവി ആത്മാവ് സമ്പൂർണ്ണമായി ഉച്ചമുള്ളക്കാരിൽ കഴുകി വെടുപ്പാക്കി ഞങ്ങളെ വെണ്മ ധരിച്ചവരാക്കി, വെള്ളവസ്ത്രം ധരിച്ചവരാക്കി, ഉടുപ്പ് മലിനപ്പെടാത്തവരായി കർത്താവേ ഈ പകർക്കാരൻ്റെ വാദമുണ്ടായിപ്പാൻ അവർ ഞങ്ങളെ സഹായിക്കണം. തികഞ്ഞയാതെ ഭയഭക്തി നിർമ്മലത എല്ലാം ഞങ്ങൾക്ക് നൽകി തരണമേ. എല്ലാം ചന്തോചിതമായ ചെയ്യണം കർത്താവെ. അങ്ങനെ ഇഷ്ടമല്ലാത്തതൊന്നും ഇവിടെ നടപ്പാനിടയാകല്ലോ. അങ്ങനെ ഇഷ്ടം മാത്രം ഇന്ന് പകർക്കാർ നടക്കണമേ. കടന്നു വന്നവരെ ആത്മാവിൽ നിറയ്ക്കണമേ. നീതിട്ടല്ലാതെ അക്കരക്കിടപ്പാൻ കഴിയാതെ പരിശുദ്ധാത്മാവിൻ നദിയിൽ നിന്ന് മക്കളെല്ലാം ഇറക്കണമേ. വീട് ചെയ്യുന്ന കർത്താവിൻ ദാസിനെ അങ്ങ് ബലപ്പെടുത്തും ശക്തിയോടെ ഉപയോഗിക്കണമേ കർത്താവെ. അപ്പാഹന്റെ കുടുംബത്തിൻ്റെ മണികളിലെ വെച്ചാൽ കർത്താവ് ഇവിടെ കിടന്നുകൊണ്ട് ഈ സൂക്ഷിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെ ഇന്ന് പകർക്കാർ ശുശ്രൂഷാശക്തിയോടെ അങ്ങനെ ആത്മാവിൻ്റെ ജ്ഞാനത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാടുകളെ എൻ്റെ ദാസന്മാർക്കോട് നൽകി നന്നായി വിവേചിച്ച് സംസാരിക്കുവാൻ കർത്താവിൻ്റെ ആത്മാക്കളുടെ വശമേ. മുഖപക്ഷം കൂടാതെ ന്യായം ഭരിക്കുന്ന കർത്താവിനെ ഞങ്ങളെ പിതാവിൻ്റെ വിളിക്കുന്നെങ്കിൽ ഭയത്തോടും വരലോടും കൂടി നിങ്ങളുടെ പ്രവാസകാൻ കഴിക്കണം നല്ലിച്ചതുവനെ മുഖപക്ഷം കൂടാതെ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഇത് പകർക്കാതെ ഞങ്ങളോട് സംസാരിക്കണം. ഞങ്ങളൊന്നുപോലും തെറ്റിപ്പോകാതെ എല്ലാവരും നേരത്തിൻ്റെ മുമ്പാകെ കാണപ്പെടുവാൻ അങ്ങനെ അവരൊന്ന് എടുക്കപ്പെടുന്നതിന് വേണ്ടി കരയും ചുരുക്കവും പാട്ടവും ആത്മില്ലാത്ത നിഷ്കളങ്കത്തിൻ്റെ കേസോണിൻ്റെ മുമ്പാകെ നിൽക്കുവാൻ പ്രാഗൽഭ്യം ഉണ്ടാകുന്നത് അതിൻ്റെ അരുളപ്പാടുകളെ ഞങ്ങളോട് അറിയിക്കണം. എച്ചത്തയുടെ ഭാഗം ചെത്തി വെളിപ്പാക്കുവാൻ നല്ല ഫലം തരുവാൻ കർത്താവെ നമ്മോട് ചേർന്ന് വെപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യങ്ങൾ ഭാരപ്പെട്ടു അവൻ കടന്നു വന്നെങ്കിൽ അവരെല്ലാം സൗഖ്യമാക്കണമേ. പരിശുദ്ധാത്മ പ്രാപിക്കാത്തവരുടെ വളരെ ദൈവാത്മാവിനെ നിറയ്ക്കണം കർത്താവെ. എല്ലാ മാനമൊക്കെ കൊടുക്കണം. പുതിയ ആത്മാക്കളെ ദൈവസുഖത്ത് കൊണ്ടണം. സഭയാതിരുന്നെങ്കിൽ വിശാലപ്പെടുത്തണമേ. പ്രാർത്ഥിപ്പാവിൻ്റെ മക്കളെ ഒരുക്കണമേ. ആത്മഭാരമുള്ളവരായി കണ്ണിന്തലോട് ചാക്കോട് കൊയ്യുന്ന ഒരു നല്ല സഭയ ദേശത്ത് മാതൃ മെഗാ ചർച്ച തീരുവാൻ എല്ലാ വിശേഷണയും ദൈവം ധാരാളം അനുഗ്രഹിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാം ധാരാളം മാനിച്ചാട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ധാരാളം എത്രയും വരുന്ന കൂട്ടിവെക്കണം, മഹത്വം നൽകണം. ഒരുമിച്ച് തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപ ചെയ്താട്ടെ. അങ്ങ് മഹത്വം കൊടുത്താട്ടെ. യേശു കൃഷ്ണത്തിൽ അപേക്ഷിക്കുന്നു. ദൈവം ഉണ്ടായി നിൽക്കണമേ. ഞങ്ങളുടെ നല്ലവനാകുന്ന പിതാവേ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമവാഴ്ചകളുമാറാവട്ടെ. വിശേഷാൽ ഉപവാസ പ്രാർത്ഥനയുടെ 5ാമത്തെ ദിനമാണ്. 4ാമത്തെ ദിവസം നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ദിവസത്തിൽ 1000 പാൻസുകൾ ലഭിക്കാനല്ല സാവകാശത്തെ ഉയർച്ചുകൊണ്ട് ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസങ്ങളുടെ യാത്രയിലാണ് അവരോട് നമ്മുടെ മുമ്പിലേക്ക് വേഗത്തിൽ കാണിച്ചു. ഇന്ന് പകൽ വന്ന് നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ച വചനത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ച് സംബന്ധിക്കുവാൻ താല്പര്യപ്പെടുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 5ാം അധ്യായം അതിൻ്റെ 4ാമത്തെ വാക്യം ഇതിനെ വായിക്കുന്നത്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു. അതിന് ശിവൻ നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് തന്നെ പറഞ്ഞു. ആഴത്തിലേക്ക് വല നീക്കാൻ അല്ലെങ്കിൽ ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കാൻ യേശു കർത്താവ് തൻ്റെ ശിഷ്യനാകാൻ പോകുന്നവരോട്, ആ സമയത്ത് പത്രോസിന്റെ ശിഷ്യനല്ല, ശിഷ്യനാകാൻ പോകുന്നവരോട് യേശു കർത്താവ് പറയുന്നു, നീ ആഴത്തിലേക്ക് വലയിറക്കണം. നമുക്കറിയാം, ശൂന്യതയുടെ അനുഭവത്തിൽ നിന്ന പത്രോസിന് ദൈവവുമായിട്ടുള്ള ആ കൂടിക്കാഴ്ചയുടെ സമയത്ത് യേശു കർത്താവ് തൻ്റെ പടക് നിമിത്തം അനേകരോട് വചനം സംസാരിച്ചതിന് ശേഷം തന്നോടായിട്ട് പറഞ്ഞൊരു വാക്കാണ് നമ്മൾ വായിച്ചു കേട്ടത്.
ആ സമയത്ത് താൻ ശൂന്യതയിലാണ്, താൻ നിരാശയിലാണ്, താൻ ഒത്തിരി അധ്വാനിച്ചു, അതിൻ്റെ പ്രതിഫലമൊന്നും ലഭിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് യേശു കർത്താവ് തന്നോട് സംസാരിക്കുന്നത്. ഇന്ന് ഈ സമയം ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്ത് ശൂന്യതയാണെങ്കിലും, എന്ത് നിരാശയാണെങ്കിലും, എന്ത് പ്രതിസന്ധിയിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിലും, ഇന്ന് പകലിൽ യേശു നിങ്ങളോട് സംസാരിച്ചു തുടങ്ങിയാൽ നിങ്ങളുടെ ആ ശൂന്യത മാറും, നിങ്ങളുടെ ആ ഭാരം മാറും. നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം തരാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവത്തെയാണ് നാം ഇന്ന് പകലിലും ആരാധിക്കുന്നത്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ആ ദൈവം ഇന്ന് പകലിൽ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്? എന്റെ ശൂന്യതയെ മാറ്റാൻ കഴിയുന്ന, എന്റെ വേദനകളെ മാറ്റാൻ കഴിയുന്ന, എന്റെ ഭാരത്തെ ഇറക്കി വെക്കുവാൻ പറ്റിയ നല്ലൊരു ഇടമുണ്ടെങ്കിൽ അത് എന്റെ അപ്പന്റെ സന്നിധിയാണെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ഇതിനകത്തുണ്ടോ? ആമേൻ. ഞാൻ നിങ്ങളോട് കൈമാറാം. നിങ്ങൾ വന്നതുപോലെ തിരിച്ചു പോകത്തില്ല. നിങ്ങൾ എത്ര പ്രയാസത്തോടെയാണോ ഇന്ന് പകൽ ഇതിനകത്ത് കയറി വന്നിരിക്കുന്നത്, നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന നല്ലൊരു സർവശക്തന്റെ സാന്നിധ്യം ഇന്ന് പകൽ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. യേശു പറഞ്ഞൊരു പദമാണ് ആഴത്തിലേക്ക് വല ഇറക്കുക. ആഴത്തിലേക്ക് വല ഇറക്കുക. നമുക്കറിയാം, ആഴങ്ങളിൽ കിടക്കുന്ന മീനിന് മത്തിയേക്കാൾ വിലയുണ്ടാവും, അല്ലേ? ആഴങ്ങളിൽ കിടക്കുന്ന മീനിന് അയിലയേക്കാൾ വിലയുണ്ടാവും. ആഴങ്ങളിൽ കിടക്കുന്ന മീനുകൾക്ക് വില ഉണ്ടെങ്കിൽ ഇന്ന് പകലിൽ എന്തൊക്കെയോ വിലപിടിപ്പുള്ളതിനെ കൈമാറാൻ ദൈവം ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. യേശു കർത്താവ് പത്രോസിനോട് പറഞ്ഞു, ആഴത്തിലോട്ട് വലയിറക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചപ്പോൾ പറഞ്ഞൊരു പദം ഇങ്ങനെയാണ്: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായിരുന്നു, ശൂന്യമായിരുന്നു. എന്നാൽ ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. അപ്പം ആഴത്തിന്റെ വിലപിടിപ്പുള്ളതിന്റെ മീതെയാണ് ഇരുള് നിൽക്കുന്നത്. നിനക്ക് അനുഭവിക്കേണ്ടതിന്റെ മുകളിൽ ചില പൈശാചിക പദ്ധതികൾ നിൽക്കുന്നുണ്ട്. നിന്റെ നന്മയ്ക്ക് മുകളിൽ, ആമേൻ, ലാസറേ, നിന്റെ മുകളിൽ കല്ലിരിക്കുന്നിടത്തോളം, ആമേൻ, സ്തോത്രം, യേശു വിളിച്ചാൽ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഒരുപക്ഷെ വരാനിച്ചിരി താമസം ഉണ്ടായിരിക്കുന്നാൽ കല്ല് മാറ്റി കഴിഞ്ഞാൽ, ആമേൻ, സ്തോത്രം, മുകളിലുള്ളതിനെ മാറ്റിക്കളയുന്ന ഒരു അഭിഷേകത്തിന്റെ സാന്നിധ്യം ഇന്ന് പകലിൽ നീ പ്രാപിക്കാൻ തയ്യാറാണെങ്കിൽ, നിന്റെ വിലപിടിപ്പുള്ളതിന്റെ മുകളിൽ, നിന്റെ ഭാവിക്ക് മുകളിൽ, നിന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് മുകളിൽ പിശാച് വെച്ചിരിക്കുന്ന ചില ഇരുളിന്റെ പദ്ധതികളെ നിന്റെ പകലിൽ തകർക്കുവാൻ യേശു ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുവാൻ തയ്യാറാണെങ്കിൽ ആത്മാവിനെ കൈമാറാൻ ഇന്ന് പകലിൽ നിന്റെ മുന്നിൽ വെളിപ്പെടുന്നത് എന്തൊക്കെയോ സ്വർഗം ഇതിനകത്ത് കൈമാറാൻ തയ്യാറാണ്. യേശുവിന്റെ നാമത്തിൽ ശക്തിയെ ഇന്ന് പകലിൽ സ്വർഗത്തിലെ ദൈവം വലിച്ചു കീറുന്നു. അവന്റെ വാക്കിന് വലയിറക്കിയപ്പോൾ ആഴത്തിലിരുന്നത് അവൻ പൊങ്ങി വരാനിടയാച്ചത്. അവന്റെ വാക്കിന് വലയിറക്കിയപ്പോൾ ആഴത്തിലുള്ളത് പൊങ്ങി വരാനിടയായിത്തീരും. ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് കൈമാറാം. അവന്റെ വാക്ക് കേട്ടേച്ച് നിങ്ങൾ വല്ലതും ചെയ്താൽ അതിനകത്ത് പരാജിതരാകത്തില്ല. അവന്റെ വാക്ക് കേട്ട് നിങ്ങൾ ദൈവസന്നിധിയിൽ നേരോടെ നിന്നാൽ ഒരു നന്മയ്ക്ക് മുടക്കം വരുത്താൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ മുമ്പിൽ മറയപ്പെട്ടതിനെ പൊക്കിയെടുക്കാൻ കഴിയുന്നവന്റെ വാക്കനുസരിക്കുവാൻ ഇന്ന് പകലിൽ നീ തയ്യാറാണെങ്കിൽ എത്ര മറയപ്പെട്ടതിനെയും നിന്റെ അഭിഷേകത്തിന് പൊക്കിക്കൊണ്ടുവരാൻ പറ്റും എന്ന് വെച്ചാൽ നീ അനുഭവിക്കേണ്ടതിനെ മറച്ചു പിടിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ തകർക്കുന്ന അഭിഷിക്തന്മാർ ഇന്ന് പകലിൽ ഇതിനകത്തു നീ എഴുന്നേൽക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ മറയപ്പെട്ട ചിലതിന്റെ മുകളിൽ നിന്റെ നന്മയ്ക്ക് വിരോധം
മുകളിൽ ഇരുട്ട് വ്യാപരിക്കുന്നുവെങ്കിൽ അതിനെ മാറ്റി കളയുന്നവന്റെ വാക്ക് ഇതിനകത്ത് നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിന്നെ ബാധിക്കുന്ന, നിന്നെ തകർത്ത് കളയുവാൻ ശ്രമിക്കുന്ന, നിന്നെ ഇല്ലാതെയാക്കാൻ പദ്ധതിയിടുന്ന ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ ഇന്ന് പകലിൽ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആവട്ടെ. എത്ര പേർക്ക് പറയാൻ പറ്റും യേശു പറഞ്ഞ ഞാൻ അതുപോലെ ചെയ്യും? ചന്ദ്രനോട് കൈവച്ച് പറയാൻ പറ്റും, കർത്താവേ ഇന്നലകളിൽ ഞാൻ എന്റെ ഇഷ്ടത്തിന് നടന്നു, എന്നാൽ ഇന്ന് പകലിൽ അങ്ങ് എന്നോട് സംസാരിച്ച. ഹല്ലേലൂയ. പത്രോസിനോട് ദൈവം സംസാരിച്ചപ്പോൾ പത്രോസിന് മാറ്റം സംഭവിച്ചു. ഹല്ലേലൂയ. അവൻ അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ പറയാൻ പറ്റും, കർത്താവേ ഞാൻ ശൂന്യനാണ്, ഞാൻ ഒന്നുമില്ലാത്തവരാണ്, എന്നാൽ എന്നിലൊരു നിറവ് വെളിപ്പെടുത്തുവാൻ കഴിയുന്ന നല്ലൊരു ദൈവമാണ് അങ്ങ്. അങ്ങ് എന്നോട് സംസാരിക്കണം. ശമൂവേലേ ശമൂവേലേ എന്ന് ഭാര്യനെ വിളിച്ചപ്പോൾ ആ ശമൂവേലിനെ ആമേൻ സ്തോത്രം ഹാലലൂയ ലോകത്തിന്റെ അഭിഷേകത്തിന്റെ നിറവിൽ നിർത്തുവാൻ ദൈവത്തിന് പദ്ധതി തോന്നിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിൽ നിന്നോട് ദൈവം സംസാരിച്ച വെറുതെയാകത്തില്ല. നിന്നോട് ദൈവം സംസാരിച്ച നീ പരാജിതനാകത്തില്ല. നിന്നോട് ദൈവം സംസാരിച്ച നീ ശൂന്യനാകാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് പകലിൽ പറയാൻ പറ്റും, കർത്താവേ അങ്ങ് എന്നോട് സംസാരിക്കണമേ, അങ്ങ് പറയുന്നത് കേൾക്കാൻ ഞാൻ തയ്യാറാണ്. പത്രോസ് വല ഇറക്കാൻ തയ്യാറായിരുന്നു. അതുവരെ ഒളിച്ചിരുന്നവരെല്ലാം പറഞ്ഞടാ നമ്മുടെ ടൈമായി, നമ്മുടെ ടൈമായി, ഇനി നമുക്ക് മറയപ്പെട്ട് നിൽക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ ഇന്നലകളിൽ മറച്ചു വെച്ചത് അത് മാറി. ഇന്ന് പകലിൽ നിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ചില കല്ലുകളെ മാറ്റുവാൻ, കളയുവാൻ ഇതിനകത്ത് ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്റെ കല്ലുകളെ ഉയർത്തി മാറ്റുവാൻ, നീ പൊക്കത്തിൽ എന്ന് പറയുന്ന കല്ലുകളെ ഉയർത്തി മാറ്റുന്ന അഭിഷേകത്തിന്റെ സാന്നിധ്യം, നീ ഉയരത്തിൽ എന്ന് പറയുന്ന, നീ എന്നും ഇങ്ങനെ ഇരിക്കത്തെ ഉള്ളെന്ന് പറയുന്ന ചില വിധിയെഴുത്തുകളുടെ മുകളിൽ വെച്ചിരിക്കുന്ന കല്ലുകളെ ഇന്ന് പകലിൽ ഉയർത്തി മാറ്റുകയാണ്. ഇനി നമുക്ക് പങ്കിയിരിക്കാൻ പറ്റത്തില്ല, ഇനി നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഇന്ന് പകലിൽ നിന്റെ മുകളിലുള്ള ഭാരം നീങ്ങിയാൽ നീ എഴുന്നേൽക്കാൻ തുടങ്ങും, നീ എഴുന്നേൽക്കാൻ തുടങ്ങും, നീ എഴുന്നേൽക്കാൻ തുടങ്ങും. ശമരിയക്കാരിയുടെ അകത്തുള്ള ഭാരം മാറിയപ്പോൾ അവൾ ശമരിയ പട്ടണത്തെ നേടിയെന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ദൈവം പറയുന്നു, ഇനി ഒതുങ്ങിയിരിക്കാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. കാരണം അങ്ങനെയുള്ളതിനെ മാറ്റി വെച്ച് നിന്നെ എഴുന്നേൽപ്പിക്കുന്ന അഭിഷേകം. നീ പറയുക ഇനി നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റിയ വല വന്നിട്ടുണ്ട്, കയറിയെ പറ്റി. വല വന്നിട്ടുണ്ട്, കയറിയെ പറ്റി. വല വന്നിട്ടുണ്ട്. ഈ വലക്കകത്ത് കയറിയെ പറ്റി. ഇന്ന് പകലിൽ യേശു അപ്പച്ചൻ വന്നിട്ടുണ്ട്. യേശു അപ്പച്ചനെ എനിക്ക് വേണോ? കാരണം എനിക്കറിയാം അപ്പച്ചൻ എന്റെ അടുക്കലുണ്ടെങ്കിൽ എന്നെ ഭാരപ്പെടുത്താൻ ഒന്നിനും കഴിയത്തില്ല. ഇന്ന് പകൽ ഹല്ലേലൂയ ഏതൊക്കെയോ മേഖലകൾ കടത്തൊതുങ്ങി കിടക്കുന്ന നിന്നെ പൊക്കിയെടുക്കുന്ന ഒരു കരം ഇതിനകത്ത് വെളിപ്പെട്ടിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒതുങ്ങപ്പെട്ടിരിക്കുന്ന ചില മേഖലയെ തകർത്ത് മാറ്റുന്ന അഭിഷേകത്തിന്റെ വിലപിടിപ്പുള്ളതെല്ലാം ഇതിനകത്ത് വന്ന് കയറി. മറഞ്ഞു നിന്നതെല്ലാം ഇതിനകത്ത് വന്ന് കയറി. മറഞ്ഞു നിന്നതെല്ലാം ഇതിനകത്ത് വന്ന് കയറി. വെച്ച് പെരുക്കല്ലൂരിൽ മറഞ്ഞു നിൽക്കുന്നത് ഇതിനകത്ത് വന്ന് കയറി. അവൻ പെരുക്കല്ലൂർ സഭയ്ക്കകത്തേക്ക്, സഭയ്ക്കകത്തേക്ക്
അവന് ദൈവത്തിന്റെ സഭയാകയാൽ മറഞ്ഞിരിക്കുന്നതെല്ലാം നിരാശപ്പെട്ടിരിക്കുന്ന ആത്മഹത്യ മാത്രമേ മുമ്പിലോടെന്ന് പറയുന്ന ചിലതിനെ ജീവനിലേക്ക് പിടിച്ചു കയറ്റുവാൻ ദൈവം ചിലരെ ഇതിനകത്ത് കൊണ്ടുവരാൻ പോവുകയാണെന്ന് ആത്മാവിനാൽ ഇന്ന് പകല് ഒരു ദൂത് കൈമാറിയാൽ ഏറ്റെടുക്കുവാൻ സഭ തയ്യാറാണോ? നിന്റെ കണ്ണുകൊണ്ടത് കാണോ, നിന്റെ ചെവി കൊണ്ടത് കേൾക്കോ, നിന്റെ ഹൃദയത്തിനകത്ത് നീ ആത്മീയ സന്തോഷം അനുഭവിക്കോ. മറയപ്പെട്ട് കിടക്കുന്ന വേദവിധിപ്പുള്ള ചിലതിനെ ഇന്ന് പകല് ദൈവം ഇതിനകത്ത് കയറ്റാൻ പോകുക. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞ ദിവസം ഇറക്കിയ ഒരു പ്രസ്താവനയുണ്ട്, സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇങ്ങനെയാണ്, യേശു മാത്രമാണ് ഏക രക്ഷകൻ, യേശു മാത്രമാണ് ഏക മധ്യസ്ഥൻ. ഇത് തന്നെയായിരുന്നു നമ്മളൊക്കെ കാലഘട്ടങ്ങൾക്ക് മുൻപേ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം. അന്ത്യ കാലഘട്ടത്തിൽ സകല ജഡത്തിന്റെ മേൽ എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് സ്തോത്രം സകല ജഡമുണ്ട്. ഹിന്ദു ഉണ്ട്, മുസൽമാനുണ്ട്, ക്രിസ്ത്യാനിറ്റിയിലുള്ള സകലരുണ്ട്. എന്ന് വെച്ചാൽ അന്ത്യനാളാകുമ്പോൾ ഇതൊക്കെ വെളിപ്പെട്ട് തുടങ്ങും എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദർശനത്തിനകത്തേക്ക് ഇതെല്ലാം ഉണ്ടാകും. ഞാൻ വിശ്വസിക്കുകയാണ്, ക്രിസ്ത്യാനിറ്റി ഒരുമിക്കാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ അവൻ നീ വേറെ ഞാൻ വേറെ എന്ന് പറയുന്ന ആ വേർതിരിവിനെ, ആ നടിച്ചുവരിനെ മാറ്റിവെച്ച് ദേശീയ ചിരിയച്ച് ഒരുവൻ രക്തമൊഴുക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പറയുന്ന നിങ്ങളോട് കൈമാറാം. ഹല്ലേലൂയ. ചിലർക്ക് ഇപ്പോൾ വെളിപ്പെട്ടതാണ്, നമുക്ക് പണ്ട് വെളിപ്പെട്ടത്. ഇന്ന് പറയുന്ന നിങ്ങൾക്ക് കൈമാറാം. വെളിപ്പുള്ള ചിലത് ഇതിനകത്ത് കയറാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിലാണ് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സകല മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ആമേൻ. ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ വെളിപ്പാട് പ്രാപിച്ചവൻ കർത്താവേ ആത്മരണപ്പെടല്ലേ. ഹിന്ദുവാണേലും മുസൽമാനാണേലും ക്രിസ്ത്യാനിയാണേലും ആത്മഹത്യ ചെയ്യല്ലേ, പകരം രക്ഷകനെ കാണണമേ. ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ലോ മനുഷ്യന്റെ ജീവിതം. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടല്ലോ. ആകയാൽ ആ ജീവിതം എന്റെ അപ്പനോട് കൂടെ ആയം തീരണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുക. ഇന്ന് പകരം ദൈവസഭയോട് കൈമാറുന്നു. വേദവിധിപ്പുള്ള ചിലതിനകത്ത് കയറാൻ പോവുക. വേദവിധിപ്പുള്ള ചിലത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. വലിയ മീനുകളെല്ലാം ഇതിനകത്ത്, വലിയ മീനുകളെല്ലാം ഇതിനകത്ത്. ഞാൻ ചുരുക്കി പറയട്ടെ. ഹല്ലേലൂയ. പത്രോസിനോട് ദൈവം പറഞ്ഞു, ആമേൻ. സ്തോത്രം. ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. ആമേൻ. സ്തോത്രം. ഇന്നലെ അവൻ നിരാശയിലായിരുന്നു, ഇന്നലെ അവൻ പ്രയാസത്തിലായിരുന്നു, ഇന്നലെ അവൻ കണ്ണുനീരിലായിരുന്നു. എന്നാൽ ഇന്ന് അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, വാടാ, എല്ലാവരും വാടാ, എല്ലാവരും വാടാ. അതിൻ്റെ അർത്ഥം അപ്പുറത്ത് നിരാശയുള്ളവരുണ്ടായിരുന്നു, അപ്പുറത്ത് ഭാരമുള്ളവരുണ്ടായിരുന്നു, അവന്റെ ചുറ്റിനും ഉള്ളവരും ഇങ്ങനെയുള്ളവരായിരുന്നു. ആമേൻ. ദൈവത്തിന്റെ വാക്ക് ഒരുവൻ അനുസരിക്കാൻ തയ്യാറായപ്പോൾ അവിടെ കൂടി നിന്ന് എല്ലാവർക്കും സന്തോഷമുണ്ടായി. അവരുടെ എല്ലാവരുടെയും നിരാശ മാറി. പത്രോസ് പറഞ്ഞു, ഇന്നലെ നമുക്കൊന്നും ലഭിച്ചില്ല, എന്നാൽ ഇന്ന് സന്തോഷിക്കാൻ വകയുണ്ട്. ഇന്ന് പകരം ഞാൻ ആത്മാവിൽ പറയാം, ഇത് അനുഭവിച്ചവർ ഇതിനകത്തുണ്ടെങ്കിൽ ഇത് അനുഭവിക്കാത്ത ചിലത് പുറത്തുണ്ട്. ഇന്ന് പകരം ദൈവം ഇത് കൈമാറുന്നത് അവരുടെ ഈ സന്തോഷത്തിലേക്ക് വരേണ്ടതിന് ഇന്ന് പകരം നിന്റെ മേൽ നിറയ്ക്കുന്നത് നിന്നിൽ ഒതുങ്ങാൻ വേണ്ടിയല്ല. അഭിഭാരപ്പെടുന്ന ചിലരുടെ അടുക്കലേക്ക് ആത്മനിറവോടെ അഭിഷേകത്തോടെ ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് നീ പുറത്തിറങ്ങുമ്പോൾ മരണത്തിന് കാത്തിരിക്കുന്നവരോട് നീ പറയും, അയ്യോ മരിക്കരുത്, ആത്മഹത്യ ചെയ്യരുത്, ഒരു സന്തോഷമുണ്ടടാ, ഒരു സന്തോഷമുണ്ടടാ. ഇന്ന് പകൽ പത്രോസ് അനുഭവിച്ചത് ഇതിനകത്ത് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ സന്തോഷമുണ്ട്, സന്തോഷമുണ്ട്. ഇന്ന് പകല് പെരിക്കല്ലൂരിൽ ചിലരുടെ വീട്ടിലും സന്തോഷത്തെ പകരാൻ ഇതിനകത്ത് ചില പത്രോസ്മാർ എഴുന്നേൽക്കട്ടെ. അയലാട്ട് ചിലരുടെ മേൽ സന്തോഷം പകരാൻ ഇതിനകത്ത് ചില പത്രോസ്മാർ എഴുന്നേൽക്കട്ടെ.
അവൻ ഒന്നും കൂടെ പറഞ്ഞാൽ, ഒരു മനുഷ്യൻ ഒരാൾക്ക് എന്തെങ്കിലും കൈമാറണമെങ്കിൽ ആദ്യം ആ വ്യക്തി അതിനകത്ത് തൃപ്തനായിരിക്കും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അല്ലേ? ഇന്ന് നമുക്കറിയാം, ഒത്തിരി സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ആൾക്കാരെ ഈ സഹായിക്കുന്ന, ഒത്തിരി ചാരിറ്റി ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. അവർ ചെയ്യുന്നത് അവർക്ക് അവരെ ദൈവം ആദ്യം അനുഗ്രഹിച്ചതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവനെ അനുഗ്രഹം പകരാൻ പറ്റത്തുള്ളൂ അല്ലേ? അനുഗ്രഹിക്കപ്പെട്ടവന് മാത്രമേ, എന്ന് വെച്ചാൽ ഒരു വിഷയത്തിനകത്ത് ഒരാൾ തൃപ്തനായെങ്കിൽ മാത്രമേ അതെന്ത് ചെയ്യത്തുള്ളൂ, മറ്റൊരാൾക്ക് കൈമാറത്തുള്ളൂ. ഇന്ന് പകലിൽ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് നിങ്ങളുടെ ശൂന്യതയെ മാറ്റി ദൈവം നിന്റെ തൃപ്തി നൽകിയേച്ച് അത് നിന്നിൽ മാത്രം ഒതുങ്ങാതെ ഇത് ആഗ്രഹിക്കുന്ന ഒരുപാട് എണ്ണമുണ്ട്, അവരിലേക്ക് നീ കൈമാറാൻ പോവുകയാണ്. ഇത് പകരെ വിശ്വസിക്കാൻ തയ്യാറാണോ? നീ ചരലിലേക്ക് കൈമാറാൻ പോവുകയാണ്. നീ ചരലിലേക്ക് ഓ വയനാട്ടിൽ ഭാരപ്പെട്ട് കിടക്കുന്ന ചരലിലേക്ക് കൈമാറുവാൻ ഇന്ന് പകല് ആത്മശക്തിയുടെ അഭിഷേകം ഇതിനകത്ത് സ്വർഗത്തിലെ ദൈവം കൈമാറുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകല് അത് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഒരു കൈമാറ്റത്തിന്റെ ശുശ്രൂഷകൾ എന്ന് വെച്ചാൽ നീ പ്രാപിക്കുന്ന അനുഗ്രഹം നിന്നിൽ ഒതുങ്ങത്തില്ല. നീ പ്രാപിക്കുന്ന നന്മ നിന്നിൽ ഒതുങ്ങത്തില്ല. അത് ഒഴുകാൻ പോകുക. അവൻ രണ്ടപ്പോൾ അഞ്ചപ്പോൾ 2 മീനും കൊണ്ടുവന്ന ബാലൻ അവൻ യേശുവിന്റെ കയ്യിൽ അത് കിട്ടിയപ്പോൾ അത് വാർത്തിക്കാൻ തുടങ്ങി. അവൻ അത് കൊടുക്കാൻ തയ്യാറായപ്പോൾ ഇല്ലാത്തവരും കൂടെ അനുഭവിക്കാൻ തുടങ്ങിയെങ്കിൽ ഇന്ന് പകരം ഞാൻ നിന്നോട് കൈമാറാം. നിന്റെ കയ്യിൽ ദൈവം തൃപ്തിയോട് നൽകുന്ന അഭിഷേകം. ഒരു ദൂതനോട് ദൈവം പറയാൻ ബാലന്റെ കയ്യിൽ ഈ സംഭവം ഇരിക്കുന്നത് 3 ദിവസമായി. 3 ദിവസം ആമേൻ കേടാകാതെ സൂക്ഷിക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിലെ സംവിധാനം ടെക്നോളജി ഒന്നുമില്ല. എങ്കിലും ഇവൻ എന്ത് ചെയ്തില്ല എന്നറിയാമോ? അത് കളഞ്ഞില്ല. കളയാത്തതിന്റെ കാരണം ഈ പുള്ളിക്കാരൻ വചനത്തെ ശ്രദ്ധിക്കാൻ തയ്യാറായപ്പോൾ ഈ സംഭവം മറന്നു. ഇത് കേടായോ ഇല്ലയോ എന്നുള്ളത് ഈ പുള്ളിക്ക് അറിയത്തില്ല. പുള്ളി അത് എടുക്കാൻ പോലും ചെയ്തില്ല, മനസ്സ് വെച്ചില്ല. കാരണം 3 ദിവസം യേശു കർത്താവ് വചനം സംസാരിച്ചപ്പോൾ അപ്പം കഴിക്കാൻ മറന്നുപോയല്ല. ഇന്ന് പകലിൽ ദൈവവുമായിട്ടുള്ള നിന്റെ ബന്ധം ആ ഒരു ലെവലിലോട്ട് കയറി വന്നാൽ നഷ്ടപ്പെട്ടതിനെ മടക്കി തരാൻ കഴിയില്ല. അടിയിൽ പോയതിനെ തിരിച്ചു തരാൻ കഴിയില്ല. ഒരിക്കലും കർത്താവിദാസൻ ഇങ്ങനെ പറഞ്ഞു, യൂട്രസ്റ്റ് എടുത്തു കളഞ്ഞ സഹോദരിയോട് ദൈവദാസൻ ദൂത് പറഞ്ഞു, അടുത്ത വർഷം നിനക്കൊരു കുഞ്ഞിനെ തരാൻ പോവുകയാണ്. ആ ചർച്ചിലുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു ഈ പുള്ളിക്കാരിക്ക് യൂട്രസ്റ്റ് ഇല്ല, ഗർഭപാത്രം ഇല്ല. ആമേൻ. അന്ന് പ്രസവിക്കാൻ വന്ന പാസ്റ്ററെ പോലെ അവിടെ ഒഴിവാക്കി വിട്ടു. പക്ഷെ ഈ കൊച്ചതങ്ങ് സ്വീകരിച്ചു. ഇന്ന് പകലിൽ നിന്റെ വിശ്വാസം വർദ്ധിക്കട്ടെ. ഇല്ലാത്തതിനെ ഉളവാക്കാൻ കഴിയുന്ന ദൈവം ചിലപ്പോൾ ദോഷമാണെന്ന് നമുക്ക് തോന്നിയാൽ ചിലതിനെയൊക്കെ ലജ്ജിപ്പിക്കാനാണ് ദൈവം എന്നെയും നിങ്ങളെയും എഴുന്നേൽപ്പിച്ചിരിക്കുന്നത്. ഇന്ന് പകലിൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ അടിക്കിപ്പോയെന്ന് പറയുന്നതിനെ പോലും ക്രിയേഷൻ നടത്താൻ കഴിയുന്ന ഒരഭിഷേകം ഇതിനകത്ത് യേശുവിന്റെ നാമത്തിൽ സ്വീകരിക്കാൻ തയ്യാറാണോ? നിന്നെ തൃപ്തിയാവട്ടെ, നിന്റെ ഓർഗൻസ് ആവട്ടെ, നിന്റെ ഔട്ട്പേരന്റ് ഓർഗൻസ് ആവട്ടെ. അടിക്കിപ്പോയെന്ന് പറയുന്ന ഇല്ലാതെയായെന്ന് പറയുന്ന ചിലതിനെ തിരിച്ചു വഴങ്ങുന്ന അഭിഷേകം. മാസങ്ങൾ കഴിഞ്ഞു. 3 മാസമായപ്പോൾ വയറിനകത്ത് എന്തൊക്കെയോ അസ്വസ്ഥത. സ്കാൻ ചെയ്യാൻ വേണ്ടി ഡോക്ടറെ അടുത്ത് പോയി. സ്കാൻ ചെയ്തപ്പോൾ ആമേൻ സ്തോത്രം, വയറിനകത്ത് കൊച്ച്, വയറിനകത്ത് കൊച്ച്. ആമേൻ സ്തോത്രം. കാരണം പറഞ്ഞതാണെന്നറിയാമോ? പാസ്റ്റർ ആണെങ്കിലും ശബ്ദം ദൈവത്തിന്റെ.
കുറഞ്ഞതൊരു മനുഷ്യനല്ല. എന്നാൽ വിശ്വസിക്കാൻ തയ്യാറായ നീ അത്ഭുതം കാണും. ഇന്ന് പകലിൽ അത്ഭുതം കാണും. ഇന്ന് പകലിൽ അത്ഭുതം കാണും. നിരാശപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ കഴിയുന്നു. ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ കഴിയും. പ്രയാസപ്പെടുന്നവരെ നിന്റെ ജീവിതത്തിൽ പിന്നെയും പുനഃസൃഷ്ടിക്കാൻ കഴിയുന്നവർ ഇത് പകരം ഞാൻ നിനക്ക് കൈമാറാം. യേശു പറഞ്ഞാൽ നിന്റെ അടുക്കിയതിനെയും അവൻ ഈ അപ്പം അഴിപ്പോകാൻ സാധ്യതയുണ്ടല്ലേ, അഴിപ്പോകാൻ സാധ്യത. പക്ഷെ എന്ത് ചെയ്തു? കേടാകാൻ ദൈവം അനുവദിച്ചില്ല. എന്നെ അവിടെ ശ്രദ്ധിപ്പിച്ച ഒരു കാര്യം, അത്രയും ജനത്തിന്റെ അടുക്കൽ ഒരു വ്യക്തി കരുതലുമായിട്ട് കൊണ്ടുവന്നതിനകത്തും ദൈവത്തിന്റെ കണ്ണുണക്കിയുള്ളതാണ്. അല്ലേ? അവനത് ഭക്ഷണമായിട്ട് കൊണ്ടുവന്നത്, പക്ഷെ അതിനകത്തും സർവശക്തന്റെ കണ്ണുണ്ടായിരുന്നു. പക്ഷെ നിന്റെ വിഷയം നീ മറക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നീ മറന്നാലും മറക്കാത്ത ദൈവത്തിലെ നീ മറന്നാലും അവനുള്ളത് കൊടുക്കാൻ തയ്യാറായപ്പോൾ അതിനെ ദൈവം വാഴ്ത്തി അനുഗ്രഹിച്ചു. അവിടെ വചനം പറയുന്നത് അവർ തിന്നു തൃപ്തരായില്ല. ഇന്ന് പകലിൽ ഇതിനകത്തിരിക്കുന്നവരുടെ ദൈവം പറയുന്നു, നിന്റെ നിരാശയെ മാറ്റി വെച്ച് ആ വിഷയത്തിനകത്ത് തൃപ്തി തരാൻ കഴിയുന്ന, ആവോളം തൃപ്തി തരാൻ കഴിയുന്ന എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ആവോളം തൃപ്തി തരാൻ കഴിയുന്ന അവൻ അങ്ങനെയെങ്കിൽ നീ അത് മറ്റുള്ളവർക്ക് പകരാൻ തയ്യാറാവും. അങ്ങനെയെങ്കിൽ നീ അത് മറ്റുള്ളവർക്ക് പകരാൻ തയ്യാറാവും. ഇന്ന് പകലിൽ ദൈവം പറയുക, അനേകർക്ക് നീ ഒരു അത്ഭുതമാകാൻ പോകുക. എല്ലാവരും വന്നവരിൽ സന്തോഷമാണ്, അവരുടെ നിരാശയുമാണ്. ഇന്ന് പകരം നിന്റെ കുടുംബത്തിനകത്ത് നീ മാത്രമായിട്ട് ദൈവശബ്ദത്തിന് ചെവി കൊടുക്കുന്നത്. പക്ഷെ ഞാൻ ആത്മാവിൽ കൈമാറാം, നിന്റെ കുടുംബം രക്ഷപ്പെടാവുക. നിന്റെ കുടുംബം രക്ഷപ്പെടാവുക. ഒരു പത്രോസ് ദൈവത്തിന്റെ വാക്കുകളെ അനുസരിക്കാൻ തയ്യാറായപ്പോൾ ഇന്നലകളിൽ ജോലി ചെയ്തവരും അനുഗ്രഹിക്കപ്പെടാൻ നിവർത്തിയായി കാരണമായി അവൻ സ്തോത്രം തീർന്നുവെങ്കിൽ ഇന്ന് പകലിൽ ദൈവം എന്നോട് നിങ്ങളോട് പറയുക, നീ മാത്രമായിരിക്കാം ഒരുപക്ഷെ ഈ ദൈവത്തെ അറിഞ്ഞിട്ടുള്ളായിരിക്കും, നീ മാത്രമായിരിക്കാം ഈ ദൈവശബ്ദത്തിൽ ചെവി കൊടുത്തിട്ടുള്ളായിരിക്കാം, നീ മാത്രമായിരിക്കാം ഈ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത് എന്നാൽ ഇന്ന് പകലിൽ ദൈവം പറയുന്നു, നീ നിന്ന മതി, നിന്റെ കുടുംബത്തെയും നീ നിന്നിട്ടോ അനുഗ്രഹിക്കാൻ സന്തോഷം. നമ്മുടെ കണ്ണുകളെ ദൈവസഭയിൽ അടയ്ക്കാം. ദാസന്മാർ തുടർന്ന് അവൻ വർഷിക്കുകയും ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങിയതിന് തുടർന്ന് കർത്താവേ, ആമേൻ ആമേൻ, ഈ സാന്നിധ്യത്തിന്റെ കീഴിലായി തീരുവാൻ സ്വപ്നങ്ങളെ സഹായിക്കും. മഹത്വം മുഴുവനും അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. കർത്താവിന്റെ ദാസന്മാർ വർഷിക്കുകയും കരങ്ങളെ അടിച്ചു. കരങ്ങളിൽ